വെൽക്കം സർ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മാനേജർ, ലത്തീഫ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ സൈബർ ലോകം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആശയങ്ങളെ ഒന്ന് ദൂരീകരിച്ച് തരുന്നാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണത്. നിങ്ങളിവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബാഗ്ലെസ് ഡേ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അല്ലേ? അല്ലേ? എല്ലാവരും വളരെ അല്ലേ? എന്താണ് ഈ ബാഗ്ലെസ് ഡേ? എന്താണ്? ബുക്കില്ലാതെ ഒരു ദിവസം രാവിലെ മുതൽ ബുക്ക് തൊടില്ല, അങ്ങനെയാണോ? അല്ല, നമ്മൾ ഇന്ററാക്ഷൻ വേണം, എങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. വൺ മാൻ ഷോ പോലെ ഞാനിവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ സ്കൂളിൽ കമ്പൈൻ ചെയ്തിട്ട് സെമിനാർ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ പോയി വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വരാം. എങ്കിലും അതൊക്കെ മാറിയിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവാം, എനിക്ക് പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കിട്ടാനുണ്ടാവാം. അങ്ങനെ വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടു ബി ഫ്രാങ്ക്. അബ്ദുൾ റാസിഖ് ബാഗ്ലെസ് ഡേ എന്താന്ന് എനിക്കറിയില്ല, അത് നിങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് അബ്ദുൾ റാസിഖ് എന്നോട് പറഞ്ഞു തരും. ബാഗ്ലെസ് ഡേ എങ്ങനെ പേടിയുണ്ടോ? ഓക്കെ, എനിവേ ഇന്ററാക്റ്റീവ് ഡേ എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ന് കുറച്ച് ജനറൽ കാര്യങ്ങൾ, നമ്മൾ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ പഠിക്കണം. ഇപ്പോൾ എന്താ SA1 അങ്ങനെയൊക്കെ അല്ലേ കുറേ സമ്മേറ്റീവ് അസസ്മെന്റും കുറേ അസസ്മെന്റുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. മൊബൈൽ തൊടാത്ത നോക്കാത്ത എത്ര കുട്ടികളുണ്ട്? ഓ, ഇന്ന് എനിക്കതിന് ശേഷം ഇത്രയും കുട്ടികൾ മൊബൈൽ തൊട്ടിട്ടില്ല. ഇരിക്കുന്നവരൊന്നെ ഇരിക്കും. അപ്പൊ എന്തായാലും അത് വലിയൊരു കാര്യമാണ്. ഞാനിപ്പോ 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ മൊബൈൽ തൊടാത്ത, അതായത് ഏകദേശം എണീറ്റ ഉടനെ, അതിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ? എനിക്ക് ആദ്യം നോക്കേണ്ട ഒരു സിസ്റ്റം തന്നെ മൊബൈലാണ് അല്ലെ? രാത്രി കിടക്കുന്ന അവസാനം നോക്കുന്നതും രാവിലെ എണീറ്റാലോ ആദ്യം നോക്കുന്നതുമായിട്ട് മൊബൈലിലാണ് നോക്കുക അല്ലെ? അതാ സ്വന്തമായിട്ട് മാറ്റി കൊടുത്തത് ഇക്കാന്റെ മൊബൈല്, ഇക്കാന്റെ കൂടെ മാറ്റി. ഇക്ക എത്ര ക്ലാസ്സിലാ? ഡിഗ്രി. അപ്പൊ ഇക്കാടത് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചു, സ്വന്തമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആരുടെ? അമ്മയുടെ ഫോണ് കംപ്ലീറ്റ് ഡാറ്റ ഒക്കെ മാറ്റി കൊടുത്തു, എല്ലാ കോണ്ടാക്ട്സും എല്ലാം മാറ്റി കൊടുത്തു. അപ്പൊ ആദ്യം ഈ മെയിൽ ID ചോദിക്കില്ലേ? അപ്പൊ അമ്മയുടെ മെയിൽ ID കൊടുത്തു. അതുണ്ടാക്കിയോ? അമ്മയുടെ മെയിൽ ID സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഇവിടെ ഞാൻ പറഞ്ഞു വന്നിട്ടാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് അറിയാത്ത ബേസിക് കാര്യങ്ങൾ മുതലാണ് നമുക്ക് പ്രശ്നം. വലിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ക്രൈം എന്ന് പറയുന്നത് മെയിൽ ID ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയർ മാറ്റുന്നത് തന്നെയാണ് അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളറിയാലോ. അല്ലെങ്കിൽ മാറ്റിയില്ല എന്ന് വിചാരിക്കും, സാധാരണ ഏജ് ആക്ച്വൽ ആസ് യൂഷ്വൽ ഏജ് കൊടുത്തു എന്ന് വിചാരിക്കും. 13 വയസ്സായിട്ടില്ല, എന്താ സംഭവിക്കുക? എന്താണ്? ഡിലേ ചെയ്യും ആണോ? പാരന്റിൻ പെർമിഷൻ ചോദിക്കും അല്ലേ? മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഏതാണെന്നറിയോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ അവിടെ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല കേട്ടാ. എന്തോ അവിടെ കിട്ടും. അവരാര് ചോദിച്ചാലൊന്നും കൊടുക്കുന്നില്ല. അതാണ് ട്രായ് നിയമം. ട്രായ് നിയമപ്രകാരം എനിക്കൊരു മൊബൈൽ നമ്പർ കിട്ടി, ഇയാളുടെ മൊബൈൽ നമ്പർ കിട്ടി, ഇവ എന്തൊക്കെ ഇന്ന് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയി ചോദിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടില്ല. അത് ട്രായ് നിയമപ്രകാരം സൈബർ സെല്ല്, സൈബർ സെക്യൂരിറ്റി ആ പറഞ്ഞ രീതിയിലൂടെ തന്നെ പോകണം. അപ്പോൾ ഏതാണെന്നറിയോ സെക്യൂരിറ്റി കൂടുതൽ? വാട്സപ്പ് ആണ്.
നിങ്ങൾ കൊറോണ സമയത്ത് നിങ്ങൾക്ക് എത്രാം ക്ലാസ്സിലാവും? 2-ലോ 3-ലോ 4-ലോ അല്ലേ? 6-ാം ക്ലാസ് വരെ എത്രാം ക്ലാസ്സിലായിരുന്നു കൊറോണ സമയത്ത്? 2-ല് അല്ലേ? 2, 3 ആ 2 വർഷം. അപ്പം മറ്റൊരു 3, 4, 5 മാക്സിമം. ഇപ്പൊ എൻ്റെ ബാക്കിലിരിക്കുന്ന 8-ാം ക്ലാസ്സിലിരിക്കുന്നത് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അല്ലേ? അതിനുശേഷമല്ലേ നമുക്ക് ഇത്രയും മൊബൈലുമായിട്ടൊക്കെ അടുത്ത് വന്നത്? ടീച്ചേഴ്സിനോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് IT-യുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, നിർമ്മിത ബുദ്ധിയുടെ, AI-യുടെ വളർച്ച. അതുകൊണ്ട് ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ 8-ാം ക്ലാസ് വരെയുള്ളവരാണ്. മാക്സിമം സ്ക്രീൻ ടൈം 20 മിനിറ്റിലേക്ക് കുറയ്ക്കണേ എന്നാണ് അഭ്യർത്ഥന. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ടീച്ചർക്ക് ഒരു കോൾ വന്നത് മുംബൈ എയർപോർട്ടിൽ നിന്നാണ്. ടീച്ചർ ഒരു പാർസൽ, ഇംഗ്ലീഷിലായിരുന്നു, പാർസൽ ഇവിടെ മുടങ്ങിക്കെടുക്കുന്നുണ്ട്. അത് ടീച്ചർ ആധാർ നമ്പർ ഇന്ന് പറയാം, ആധാർ നമ്പർ ഇന്നതല്ലേ, അഡ്രസ്സ് ഇന്നതല്ലേ, ഈ അഡ്രസ്സിൽ ഒരു പാർസൽ തായ്ലൻഡിലേക്ക് അയക്കാനുള്ള പാർസൽ ഇവിടെ മുടങ്ങിക്കെടുക്കുന്നുണ്ട്. ടീച്ചർ അതിന് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു ലിങ്ക് അയച്ചു തരാം. ആ ലിങ്കിൽ കയറിയിട്ട് വരുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഹാക്കിങ്ങിന്റെ അടുത്ത ടൂളാണ്. അപ്പൊ ഈ സംഭവം ഞാൻ അപ്പോഴുണ്ട്, എന്നെ വിളിച്ചു. അപ്പോൾ തുടരേണ്ട കാര്യമില്ല. ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കാണാം. അപ്പൊ ഇതൊക്കെ വരാനുള്ള വഴി കുട്ടികളാണ് കൊടുക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത പല ആപ്പുകളും ചിലപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആപ്പ് ക്രാക്ക് ചെയ്തത് കുട്ടികൾ വാട്സപ്പിൽ അയച്ചു തരും. ജീവിതരാഗം താളം, ജീവരാഗം, ദേവരാഗം താളം 3 എണ്ണം. പാടാൻ ജീവിതരാഗം താളം തുടതാളം, പാടാൻ ജീവിതരാഗം താളം തുടതാളം, പാടാൻ ജീവിതരാഗം താളം തുടതാളം, പാടാൻ ജീവിതരാഗം താളം, ജീവരാഗം, ദേവരാഗം താളം 3 എണ്ണം. നമുക്കൊരു ചെറിയ ഒരു ഇൻട്രാക്ഷൻ സഹകരിച്ച 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ് കുട്ടികൾ വളരെ എനർജറ്റിക് ആണ് അല്ലേ? നല്ല എനർജറ്റിക് അല്ലേ? പാടാൻ ജീവിതരാഗം താളം, ജീവരാഗം, ദേവരാഗം താളം 6 എണ്ണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു സാഹചര്യത്തിലായ ടീച്ചർമാരോടും എല്ലാവരും